ഇന്ന് മാർക്കറ്റിൽ പോയപ്പോൾ ദേ ഈ രോഹു എന്ന് പറയുന്ന ഫിഷാണ് വാങ്ങിയത്. അപ്പോൾ ഇത് വെച്ചിട്ടൊരു നാടൻ മീൻകറി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് കുറച്ച് കുടംപുളിയും കല്ലുപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് ഞെരടി നമ്മുടെ മീനിൽ യോജിപ്പിച്ച് വെക്കാം. ഇനി നമുക്കൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഉലുവ, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് ചെറിയ ഉള്ളി ഇത്രയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നമുക്കിനി ഇതിലേക്ക് വേണ്ടത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി. മുളക് പൊടി എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ പകുതി മല്ലിപ്പൊടി എടുക്കുക. പിന്നെ നമുക്ക് നന്നായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കഴിഞ്ഞിട്ട് നന്നായിട്ട് വെള്ളം ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായി തിളച്ച് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുമ്പോഴത്തേനും നമുക്ക് ഉപ്പും പുളിയൊക്കെ പുരട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ മീനും കൂടി ചേർത്ത് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് കറിവേപ്പിലയും പിന്നെ പെരുംജീരകവും കുരുമുളകത്തിൻ്റെയും പൊടിയാണ്. അതും ചേർത്ത് കുറച്ച് ഉപ്പും കൂടി ആവശ്യത്തിന് ചേർത്ത് അടച്ചു വെച്ച് കഴിക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല എരിവുള്ള നാടൻ മീൻകറി റെഡി.